ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധുവിനോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ശരത്തിന്റെ സെല്ലിലേക്ക് ഇരുട്ടിനെയും പരുന്തിനെയും പറഞ്ഞു വിടുകയാണ്. ഇരുട്ടിനെയും പരുന്തിനെയും ശരത്ത് കണ്ടതോടുകൂടി അങ്ങ് വെപ്രാളപ്പെടുകയാണ്. എന്നിട്ട് പോലീസുകാർ പറയാണ്, ഇവർ രണ്ടുപേരും കൂടി ഉണ്ട് നിന്റെ സെല്ലിനകത്ത് കഴിയാൻ, ഇവർ പാവങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ സാറേ, എനിക്ക് ഈ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മാറണം. ഇതെന്താടാ ഹോട്ടലാണെന്ന് കരുതിയോ? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു സെല്ലിലേക്ക് മാറാൻ ഇവിടെ തന്നെ ഇവരുണ്ടാവും. അയ്യോ, ഇവരെ എനിക്കറിയാം, ഇവരാൾ കുഴപ്പക്കാരാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് സാറിന് തന്നെയാണ് ദോഷമുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ലേ അവൻ പറഞ്ഞത്? അപ്പോൾ ഇരുട്ടും പരുന്തും പറയണേ, സാറേ, സാറിന് ദോഷം വരുന്ന ഒന്നും തന്നെ ഞങ്ങൾ ചെയ്യില്ല. ഇവനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അടയാളമൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് പോകുന്നത്. ഇതിനെയും പരുന്തിനെയും കണ്ടതോടുകൂടി ശരത്ത് വെപ്രാളം പിടിച്ചുകൊണ്ട് പറയണേ, എന്നെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ആ സിദ്ധുവല്ലേ? അതെ, സിദ്ധു തന്നെയാണ്. അവനൊരു ചതിയനാണ്. അവൻ്റെ വാക്കുകളൊന്നും നീ വിശ്വസിക്കരുത്. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഞാൻ പുറത്തിറങ്ങിയാൽ നിങ്ങളെ ഞാൻ എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാം. നീ എന്ത് സഹായം ചെയ്യും? നിങ്ങൾക്ക് കാശ് തരാം. എത്ര തരും? നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരാം. ഞാൻ നിങ്ങളെ ചതിക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോളാം. എങ്കിൽ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുട്ടും പരുന്തങ്ങ് മാറി നിന്ന് ശരത്തിനെ നോക്കാൻ കേട്ടോ. അപ്പോൾ ശരത്തിന് നല്ല പേടിയുണ്ട്. പിന്നീട് പാർവതി വിഷമിച്ചിരിക്കുമ്പോൾ മുത്തശ്ശി വരികയാണ്. നീ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് വിശപ്പില്ല അമ്മേ. മുത്തശ്ശി ശരത്തിനെ കുറിച്ച് ചോദിച്ചറിയുകയാണ്. ഈ പരത്തിനെ കൊണ്ടുപോയിരിക്കുന്നത് സബ് ജയിലിലേക്കാണോ അതോ സെൻട്രൽ ജയിലിലേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല അമ്മേ എന്ന് പറയുമ്പോൾ ദേവിക അത് കേട്ടോണ്ട് വരികയാണ്. ഞാൻ പറഞ്ഞു തരാം മുത്തശ്ശി, ഇപ്പോൾ സബ് ജയിലിലേക്കാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ വിചാരണ കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുക. ഒരിക്കലും അവന് പുറത്തിറങ്ങാൻ കഴിയില്ല. ജീവിതകാലം മുഴുവനും സെൻട്രൽ ജയിലിൽ തന്നെ ഉണ്ടാവും. അത് കേട്ടപ്പോൾ പാർവതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നിന്റെ മനസ്സിലിരിപ്പൊന്നും ഒരിക്കലും നടക്കില്ല. ഞാൻ അവനെ പുറത്തിറക്കിയിരിക്കും. എന്ത് വില കൊടുത്തും ഞാൻ പുറത്തിറക്കിയിരിക്കും. ഇത് തന്നെയല്ലേ അമ്മ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം സ്റ്റേഷനിൽ നിന്നും ഇറക്കും എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് കോടതിയിൽ നിന്നും ഇറക്കും എന്ന് പറഞ്ഞു, അതും കഴിഞ്ഞില്ല. ഇപ്പോൾ സബ് ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അമ്മ വെറുതെ അവൻ്റെ പുറകെ നടന്ന് വെറുതെ നിരാശപ്പെടേണ്ട. എന്തിനാ വെറുതെ അവൻ്റെ പുറകെ പോവാൻ നോക്കുന്നത്? അത് കേട്ടപ്പോൾ പാർവതി പറയണേ, എനിക്ക് കുറച്ച് മനുഷ്യത്വം ഉണ്ടായിപ്പോയി. മുത്തശ്ശി ചോദിക്കുകയാണ്, പാർവതി, ശരത്തിനെ ജയിലിൽ ആരെങ്കിലും ഇടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും ഇല്ല അമ്മേ എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണേ, എന്തറിഞ്ഞിട്ടാ അമ്മ ഈ പറയുന്നത്? അങ്ങനെയൊന്നും അല്ല മുത്തശ്ശി, അവന് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. പോലീസുകാരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, തടവുകാരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മുത്തശ്ശി അയ്യോ എന്ന് വിഷമത്തോടു കൂടി പറയുമ്പോൾ, എന്തിനാണ് അതിന് മുത്തശ്ശി വിഷമിക്കുന്നത്? ശരത്ത് അങ്ങനത്തെ ദ്രോഹങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവന് ഇതൊക്കെ കിട്ടേണ്ടത് തന്നെയാണ്. അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ആരും കണ്ടുപിടിക്കില്ല എന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങളും ദൈവം കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവമായിട്ടാണ് അവനെ ഇങ്ങനെ അകത്താക്കിയത്. അപ്പോൾ പാർവതി പറയണേ, ദൈവമല്ല, നീയല്ലേ അകത്താക്കിയത്. ദേവിക പറയണേ, അമ്മേ, അവനെ അകത്താക്കിയത് ഞാനൊരു ആളായി എന്ന് മാത്രമേ ഉള്ളൂ. ദൈവമാണ് അവനെ ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. അവൻ അകത്ത് പോവേണ്ടവൻ തന്നെയായിരുന്നു. അത് അമ്മയ്ക്കും മുത്തശ്ശിക്കും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും എന്നും പറഞ്ഞാണ് ദേവിക അത്. പിന്നീട് ശരത്തിൻ്റെ അടുത്തേക്ക് ഇരുട്ടും പരുന്തും വരികയാണ്. അപ്പോൾ എന്തായി, നിങ്ങൾ ആലോചിച്ചോ എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ ആലോചിച്ചു, പക്ഷേ നിന്നെ അടിക്കാനുള്ള കൊട്ടേഷനാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി ഞങ്ങൾ അവരെ ചതിക്കുന്നതിന് തുല്യമാവില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ തൽക്കാലം പൈസ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തന്ന കൊട്ടേഷൻ അങ്ങ് ചെയ്യാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതല്ലേ? ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നിങ്ങളൊന്നും ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ, അതിന് ആദ്യം നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ എന്നും പറഞ്ഞിട്ടാണ് ഇരുട്ടും പരുന്തും ശരത്തിന് കണക്കിന് കൊടുക്കുന്നത്. ഇരുട്ടിൻ്റെയും പരുന്തിൻ്റെയും കയ്യിൽ നിന്നും ശരത്തിന് കണക്കിന് കിട്ടുകയാണ്. അപ്പോഴാണ് അവിടേക്ക് പോലീസ് വരുന്നത്. എന്നിട്ട് പറയണം, മതി, ഇനി നിർത്തിയേക്ക്, ഇവനെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ആരായിരിക്കും ആ ഗസ്റ്റ് എന്നുള്ള ഭാവത്തിലാണ് ശരത്ത് വയ്യാതെ ചെല്ലുന്നത്. അപ്പോൾ അത് ദേവികയാണ്. ദേവികയെ കണ്ടതോടുകൂടി ശരത്തിന് നല്ല ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട്, എന്തിനാണ് സാറേ എന്നെ ഇവിടേക്ക് വിളിച്ചത്? ഇവരാണ് വന്നിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഇവരെ കാണാൻ. അതെന്താ ശരത്ത് നീ അങ്ങനെ പറഞ്ഞത്? സെല്ലിൽ കിടക്കുന്നവർക്ക് ആരെങ്കിലും കാണാൻ വരുന്നത് വലിയ ഇഷ്ടമായിരിക്കുമല്ലോ, നിനക്കെന്താ അതില്ലാത്തത്? എനിക്ക് ഒരുത്തിയെയും കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ശരത്ത് ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പോലീസ് ചോദിക്കുക, അതെന്താ ശരത്ത് നീ ഇങ്ങനെ നിൽക്കുന്നത്? അതെന്താ സാറിന് ഒന്നും അറിയാത്തതുപോലെ? സാറെന്താ എന്നെ പൊട്ടനാക്കുകയാണോ അതോ സാറ് പൊട്ടനാണോ? എൻ്റെ സെല്ലിലേക്ക് ഇവളും ഇവളുടെ കാമുകനും കൂടി പറഞ്ഞു വിട്ടവരെ എന്നെ ഇടിച്ച് ഒരു പരുവമാക്കിയതൊക്കെ സാറ് കൂടി അറിഞ്ഞിട്ടാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തവരെ ഒന്നും ഞാൻ
വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസിനും അങ്ങ് ദേഷ്യം പിടിക്കാണ്ടോ. എന്താടോ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നും ചോദിച്ച് ശരത്തിൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. ജയിൽ സൂപ്രണ്ടിനെ പൊട്ടനെന്ന് വിളിക്കുന്നോടാ എന്ന് ചോദിച്ചോണ്ടാണ് അപ്പോൾ ദേവിക പറയണത്, സാറേ ഇവനെ നോവിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇവനാള് പക കൂടിയ യാതിയാണ്, കൊല്ലാനും മടിക്കില്ല, എന്തും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ 14 ദിവസത്തെ ഇവൻ്റെ റിമാൻഡ് ഞാൻ ഇവന് കൊലപാതകം ഒരു ഹോബിയാണല്ലേ, നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം, സൂക്ഷിച്ചു നിന്നോ എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണേ, ഇതൊക്കെ കാണാൻ വേണ്ടിയാടാ ശരത്തെ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്, നിന്നെ ഞാൻ നേരത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ നീ എന്നെ വെല്ലുവിളിച്ചല്ലോ, ഇപ്പം നീ എന്താ എന്നെ വെല്ലുവിളിക്കുന്നില്ലേ? എന്നാ ശരി ശരത് സാറേ, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ദേവിക പോകുന്നത്. പിന്നീട് വീട്ടിലെത്തിയ ചന്ദ്രയോട് മോശമായിട്ടാണ് പരിഹസിച്ചുകൊണ്ടാണ് പ്രേമ സംസാരിക്കുന്നത്. എന്തു പറ്റി, വെള്ളം കുടിക്കുകയാണോ? എന്നാൽ ജ്യൂസ് എടുക്കട്ടെ? വേണ്ട, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട, അല്ല തോറ്റ് തുന്നം പേടി വന്നതല്ലേ, അപ്പം നല്ല ക്ഷീണമുണ്ടാവും, ഞാൻ ജ്യൂസ് എടുക്കാം എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ, നിങ്ങളങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട, അടുത്ത തവണ ഉറപ്പായും ഞാൻ അവനെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും. ആര്, നീയോ? നീ കളിക്കുന്നത് സിദ്ധുവിനോടാണ്, സിദ്ധുവിനോട് കളിച്ചാലേ നീ തോറ്റ് തുന്നം പാടുക തന്നെ ചെയ്യൂ, ജീവിതത്തിലാണെങ്കിലും കോടതിയിലാണെങ്കിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്ത ഊഴം നിന്റെയാണ്. ഇപ്പോൾ ശരത്തകത്ത് പോയില്ലേ, ഇനി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീയും ജയിലിൽ കിടക്കും, അത് എനിക്ക് കാണണം. നീ എന്നോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി ജീവിതത്തിലും ഇതുപോലെ തോൽക്കാനാടി പോകുന്നത്, സിദ്ധുവിനോട് കളിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നീ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത്രയും തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയാണ്. എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇന്ന് ഞാൻ തോറ്റു എന്ന് കരുതിയിട്ട് ഇനി അടുത്ത തവണ തോൽക്കണം എന്നില്ല, ഞാൻ ഉറപ്പായും അവനെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്ന് പറയുമ്പോൾ പ്രേമ പറയണ, ഇല്ല നിനക്കൊരിക്കലും അവനെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ചന്ദ്രയ്ക്ക് നല്ല വാശിയോട് കൂടിയാണ് പ്രേമ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് നിൽക്കുന്നത്. പിന്നീട് പ്രഭാവതി പാർവതിയെ കാണണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലാതെ പുറത്തു വെച്ച് കാണുകയാണ്. എന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ ഈ കല്യാണത്തിനോട് എനിക്ക് താല്പര്യമില്ല, നിങ്ങളുടെ വീട്ടിൽ എന്ന് എൻ്റെ ശരത്ത് താമസിച്ചോ അന്നു മുതൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ കഷ്ടകാലം, അതുകൊണ്ട് ഇനി ആ വീടുമായിട്ട് ഒരു ബന്ധവും എനിക്കുമില്ല, എൻ്റെ മോനുമില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, പക്ഷേ ശരത്തിന് മറ്റൊരു അഭിപ്രായം ഉണ്ടായേക്കാം, പക്ഷെ അതൊന്നും എനിക്ക് അറിയേണ്ടതില്ല, ഞാൻ ഇനി ഒരു ബന്ധവും നിങ്ങളുമായിട്ടില്ല എന്ന് പറയുമ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയണേ, എൻ്റെ മകളുടെ ജീവിതമാണ് ഇല്ലാതാവുക, അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾക്ക് ശരത്തിനെയും പ്രഭാവതിയെയും വേണമെന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധത്തിനുമില്ല, എൻ്റെ മോൻ ശരത്ത് ഇനി പുറത്തിറങ്ങിൽ അവന് മറ്റൊരു അഭിപ്രായമാണെങ്കിൽ അത് നിങ്ങൾ അവനോട് ചോദിച്ചു നോക്ക്, അല്ലാതെ എനിക്കിനി ഇതിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് പ്രഭാവതി പോവുകയാണ്. അത് കേട്ടപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ മോളുടെ ഭാവി ഇനി എന്താവും എന്നുള്ള ഭാവത്തിൽ. പിന്നീട് പാർവതി മുത്തശ്ശിയോട് വന്ന് പ്രഭാവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയണ, ഇല്ല ഈ കല്യാണം ഒരിക്കലും നടക്കാതിരിക്കരുത്, നീ പ്രഭാവതിയെ വീണ്ടും പോയി കാണണം, എന്നിട്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും ശരത്തിൻ്റെയും നിത്യയുടെയും വിവാഹം നടത്തണം, അല്ല എന്നുണ്ടെങ്കിൽ ആ ദേവികയാണ് സന്തോഷിക്കാൻ പോകുന്നത്, അങ്ങനെ അവൾ ഇപ്പോൾ സന്തോഷിക്കേണ്ട, നിത്യയുടെയും ശരത്തിൻ്റെയും വിവാഹം നടത്തണം, അതിന് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിന് നീ പ്രഭാവതിയെ കണ്ട് സംസാരിക്കണം, പ്രഭാവതി അത്ര കട്ടിയുള്ള മനസ്സുള്ളവളൊന്നുമല്ല, നീ ഒന്ന് പോയി കണ്ട് സംസാരിച്ചാൽ പ്രഭാവതി വീണ്ടും അങ്ങ് തണുക്കും, ഇതിന് നിന്നെ കൊണ്ട് കഴിയും, നീ പോയി പ്രഭാവതിയെ കണ്ട് സംസാരിക്കണം, എന്നിട്ട് നിത്യയുടെയും ശരത്തിൻ്റെയും വിവാഹം ആരെതിർത്താലും നമുക്ക് നടത്തണം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. ഈ സമയം നിത്യയാണെങ്കിലോ നല്ല ആലോചനയിലാണ്. അപ്പോൾ മുത്തശ്ശി വന്ന് ചോദിക്കുകയാണ്, എന്താ മോളെ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല മുത്തശ്ശി, നിന്റെ ഭാവിയെ കുറിച്ചാവും അല്ലേ ആലോചിക്കുന്നത്, നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ, എല്ലാം മുത്തശ്ശി എനിക്ക് ഒരു ടെൻഷനുമില്ല, അല്ല നീ അത് വെറുതെ പറയുന്നതാ, എന്തായാലും നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിത്യ, നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്, നിന്റെയും ശരത്തിൻ്റെയും വിവാഹം ഞങ്ങൾ എന്തായാലും നടത്തും എന്നൊക്കെ പറയുമ്പോൾ പേടിയോടുകൂടിയാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. ഇവർക്കൊക്കെ എന്ത് പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.